ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 2-ാം വാക്യം. സാബത്തിൽ നിഷിദ്ധമായത് നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നു. പരാതിയുമായിട്ട് ഫരിസേയര് ഈശോയുടെ അടുക്കലേക്ക് വരുന്നത് കാണുന്നില്ലേ? സാബത്തിൽ നിഷിദ്ധമായത് നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നു. എന്താണ് അവർ ചെയ്തത്? അവര് കതിരുകൾ പറിച്ചു തിന്നു. സാബത്തിന്റെ ജോലിയൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ഈ കതിരുകൾ പറിച്ചു തിന്നത് ഒരു കുറ്റമായി കണ്ടുകൊണ്ട് ഫരിസേയര് ഈശോയുടെ അടുക്കൽ വന്ന് പരാതി പറയുകയാണ്. ഭൗതിക നിയമങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഫരിസേയരെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? ഈ ഭൗതിക നിയമങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ട എന്ന് ഈശോ ഒരിക്കലും പറയുന്നില്ല. മറിച്ച് ദൈവിക നിയമങ്ങൾക്ക് എതിരായിട്ട് ഭൗതിക നിയമങ്ങൾ പാറരുത്. ദൈവത്തിനായിരിക്കണം നിന്റെ ജീവിതത്തില് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം. ദൈവം പറയുന്നത് കേൾക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഫരിസേയരെ സംബന്ധിച്ചിടത്തോളം അവര് ഭൗതിക നിയമത്തിന് പ്രാധാന്യം കൊടുക്കും. ദൈവത്തിനോ ദൈവകൽപ്പനകൾക്കോ ജീവിതത്തില് പ്രാധാന്യം കൊടുക്കാത്ത വ്യക്തികളായിട്ട് മാറുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും പലപ്പോഴും നമ്മൾ ഭൗതികമായ നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് അല്ലേ? പക്ഷെ ദൈവത്തിന്റെ നിയമത്തിന് എൻ്റെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? പലപ്പോഴും ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ഭൗതികതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളായിട്ട് മാറുക. ദൈവത്തെക്കാൾ ഉപരിയായിട്ട് ഈ ഭൂമിയെയും ഭൂമിയിലെ സുഖങ്ങളെയും നിയമങ്ങളെയും സ്നേഹിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക. ദൈവത്തിനായിരിക്കണം നിന്റെ ജീവിതത്തില് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം. ദൈവം പറയുന്നത് കേട്ട് ജീവിക്കാനായിട്ട് സാധിക്കണം. മനുഷ്യത്വം നഷ്ടപ്പെട്ട നിയമങ്ങളെക്കാൾ ഉപരി ദൈവം ഈ ഭൂമിയില് നമുക്ക് കാണിച്ചു തന്ന നിയമങ്ങള് കൃത്യമായിട്ട് പാലിക്കാനായിട്ട് സാധിക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഞാൻ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കണം. ഭൗതിക നിയമങ്ങൾ ഉപേക്ഷിക്കണം എന്നതല്ല, മറിച്ച് എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന, മനുഷ്യത്വം നഷ്ടപ്പെടുത്തുന്ന ഭൗതിക നിയമങ്ങൾ ഉണ്ടെങ്കിൽ അവ ഉപേക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. മനുഷ്യത്വമുള്ള, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തിന്റെ കൽപ്പനകൾ അനുവർത്തിക്കുന്ന ഒരു മനുഷ്യനായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കണം. കാരണം ഈശോ ഭൂമിയിൽ കടന്നു വന്ന് നമ്മെ പഠിപ്പിച്ചത് ദൈവത്തിന്റെ നിയമം അല്ലേ? ഓരോ കാര്യവും നമ്മുടെ കയ്യില് നമ്മുടെ ദൈവം തന്നിട്ടുണ്ട്. വിശുദ്ധ ഗ്രന്ഥം ഈ ഭൂമിയിൽ എപ്രകാരം ഞാൻ ജീവിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തില് ഈ വിശുദ്ധ ഗ്രന്ഥം വായിക്കാനായിട്ടോ അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാനായിട്ടോ നമ്മൾ തയ്യാറാവുന്നില്ല. നമ്മളെപ്പോഴും ഈ ലോക സുഖങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളായിട്ട് മാറുകയാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ദൈവിക നിയമങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. ദൈവത്തിന് പ്രമുഖ സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ കൊടുക്കുവാനായിട്ട്, മനുഷ്യത്വമുള്ള നല്ല മനുഷ്യരായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാൻ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.